ശനിയാഴ്ച രാവിലെ സഫേദിനും പരിസര പ്രദേശങ്ങൾക്കും നേരെ 55 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സൈന്യത്തെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സ്ട്രൈക്കുകളിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ദി ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ ബരേച്ചിൽ ഏകദേശം 20 റോക്കറ്റുകളും രണ്ടാമത്തേതിൽ ഏകദേശം 35 റോക്കറ്റുകളും തൊടുത്തു. ഈ റോക്കറ്റുകളിൽ പലതും സഫേദിലും പരിസര പ്രദേശങ്ങളും തീപിടുത്തങ്ങൾ സൃഷ്ടിച്ചു. അല്പസമയത്തിനു ശേഷം തെക്കൻ ലബനനിലെ റോക്കറ്റ് ലോഞ്ചറുകളിൽ ഇസ്രായേൽ സൈനിക ജെറ്റുകൾ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ശനിയാഴ്ച നേരത്തെ സഫായിദിലും ചുറ്റുമുള്ള ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലും റോക്കറ്റ് സൈറണുകൾ കേട്ടു. ലബനനിൽ നിന്നുള്ള അഗ്നിബാധയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഗാസ മുനമ്പിൽ യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷം ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലി സേനയുമായി ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെയ്പ് നടത്തുന്നു. ലബനൻ ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതിന് 2 ദിവസത്തിന് ശേഷമാണ് സഫേദിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. അതേസമയം 1947 പലസ്തീൻ ഇസ്രായേൽ വിഭജനം മുതൽ പലസ്തീന് നൽകുന്ന എല്ലാ പിന്തുണയും തുടർന്ന് ക്യൂബ. വൈദ്യസഹായം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലയിലും ക്യൂബയുടെ പിന്തുണ പലസ്തീനുണ്ട്. ക്യൂബയും പലസ്തീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് TRT വേൾഡിൽ റാമോന വാഡി എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 7 പതിറ്റാണ്ടായി തുടരുന്ന കടുത്ത അമേരിക്കൻ ഉപരോധത്തിനിടയിലും പലസ്തീനെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ക്യൂബ. 25 വർഷങ്ങളായി പോളിയോ വിമുക്തരായ ഗാസയിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് അടുത്തിടെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഒക്ടോബറിൽ ആരംഭിച്ച സംഘർഷത്തെ തുടർന്ന് പലസ്തീനിൽ പോളിയോ വാക്സിനേഷൻ തുടരാൻ കഴിഞ്ഞിരുന്നില്ല. സംഘർഷത്തിനിടയിൽ പോളിയോ വാക്സിനേഷൻ കൃത്യമായി നടക്കാത്തതും ആരോഗ്യ പരിപാലനത്തിനുണ്ടാവുന്ന അപാകതകളും പലസ്തീനിൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടെന്ന് ലോകരാജ്യങ്ങളിലെ ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിരുന്നു. എന്നാൽ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ ഗാസയിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയ രാജ്യം ക്യൂബയായിരുന്നു. ഇത് സംബന്ധിച്ച് ജൂലൈയിൽ ക്യൂബൻ മന്ത്രി ബ്രൂണോ റോഡിഗസ് പ്രസ്താവന നടത്തിയിരുന്നു. പലസ്തീനിലെ ജനങ്ങൾക്കെതിരായ ഇസ്രായേൽ വംശഹത്യയാണ് പടർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിക്ക് കാരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇസ്രായേലിന്റെ അക്രമങ്ങൾക്കും വംശഹത്യക്കുമെതിരായി പലസ്തീനെ പിന്തുണയ്ക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ക്യൂബ. 1947 ഐക്യരാഷ്ട്രസഭാ തീരുമാനപ്രകാരം ഇസ്രായേലും പലസ്തീനെ വിഭജിച്ചത് മുതൽ ക്യൂബ രാഷ്ട്രീയമായും മാനുഷികമായും പലസ്തീന്റെ ചരിത്രപരമായ സഖ്യകക്ഷിയാണ്. ഇസ്രായേൽ പലസ്തീൻ വിഭജനത്തിനെതിരെ അന്ന് വോട്ട് ചെയ്ത ഒരേയൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിരുന്നു ക്യൂബ. 1959 കാലഘട്ടങ്ങളിൽ ഏണസ്റ്റോ ചെഗ്വേരെ ഗാസ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പര്യടനം നടത്തുകയും കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പുകൾക്കായുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ചർച്ചയിൽ പ്രധാനമായും ചോദിച്ചത് പലസ്തീൻ എതിരാളികളെ ചെറുത്തു നിൽക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ചായിരുന്നു. പരിശീലന ക്യാമ്പുകളും ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ഫാക്ടറികളും എവിടെയെന്നായിരുന്നു ചോദ്യം. എന്തുകൊണ്ട് പലസ്തീന് പിന്തുണ ലഭിക്കേണ്ടതും അത്യാവശ്യമായ കാര്യങ്ങളായിരുന്നു എന്നും ചോദ്യമുയർന്നു. അതിനിടെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലും കരുതുന്നുണ്ടെങ്കിലും എന്ന്, ഇപ്പോൾ, ഏത് രൂപത്തിൽ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. രാജ്യത്തെ ഭീതിയിലും അനിശ്ചിതത്വത്തിലും നിർത്തുന്നതിൽ ഇതൊരു ഘടകമാണ്. അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിന് മേൽ ബോംബിട്ട് 6 UN ജീവനക്കാരുൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് UN സെക്രട്ടറി ജനറൽ അറിയിച്ചു. സിവിലിയൻ കുരുതി അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. യുനർവയുടെ 6 ജീവനക്കാരുൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം മധ്യഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.